നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ജീവിതം സന്തോഷങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പലപ്പോഴും ബോധപൂർവം ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യമുണ്ട്: മരണം. മരണം എന്നത് അനാദികാലം മുതൽക്ക് തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ എന്താണ് മരണം? അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അതിനെ ഉൾക്കൊള്ളണം, അംഗീകരിക്കണം, ഇതെല്ലാം നമ്മൾക്കറിയാം. ഇതറിയാമെങ്കിൽ തന്നെയും പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരുപാട് ദുഃഖിക്കുന്നു. ഇത് സ്വാഭാവികമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. എന്നാൽ എത്രയോ മനസ്സിൻ്റെ ഊർജവും ശക്തിയും നമ്മൾ ഈ ഭയം കൊണ്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മരണം എന്ന സത്യം എന്താണ്? ശാസ്ത്രം പോലും വളരെയധികം കാലങ്ങളായി അന്വേഷണം ആരംഭിച്ചിട്ടും ഈ ദുരൂഹത ഇനിയും നീങ്ങിയിട്ടില്ല. എവിടെ നിന്നാണ് നമുക്ക് സത്യമായ ഉത്തരങ്ങൾ ലഭിക്കുക? മരണത്തിനപ്പുറം ജീവിതമുണ്ടോ? ഈ സത്യങ്ങളെക്കുറിച്ച് അറിയാൻ മരണാനന്തരം എന്ന ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ, ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പമുണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പാലക്കാട്, മലപ്പുറം സേവാ കേന്ദ്രങ്ങളുടെ ചുമതല വഹിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബഹൻജി. ബഹൻജി, പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. മരണം എന്ന വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. ആർക്കും ചർച്ച ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ്. എന്നാലും നമ്മളിത് ചർച്ചയ്ക്കെടുക്കുന്നത് ഇതിലുള്ള ദുരൂഹതകളെ നീക്കി കാണിക്കാൻ, നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. ആധ്യാത്മിക ശാസ്ത്രം നമുക്ക് മരണത്തെ ജയിക്കാനുള്ള പല വിദ്യകളും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ? മഹാന്മാർ മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. മരണത്തെ മനസ്സിലാക്കിയാൽ ജീവിതം സുഖമായി ജീവിക്കാമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മരണം എന്ന പ്രക്രിയ എന്താണ്? മരണത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മൾ ആരാണ്, മനുഷ്യരാരാണെന്ന് അറിയണം. മനുഷ്യനെ മനസ്സിലാക്കാത്തിടത്തോളം കാലം മരണത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പണ്ട് നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്ര വ്യൂഹം, ഇതിനെക്കുറിച്ചെല്ലാം പലതരത്തിലുള്ള അജ്ഞാനം ഉണ്ടായിരുന്നു. എപ്പോഴാണോ സയൻസ് വളർന്നിട്ട് അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമുക്ക് നൽകിയത്, അപ്പോൾ ആ അജ്ഞാനത്തിൻ്റെ അന്ധകാരം നമുക്ക് നീങ്ങിക്കിട്ടി. അതേപോലെ മരണം എന്താണ് എന്നറിയാൻ നമ്മളെ അറിയാം. നമ്മളർത്ഥം നമ്മൾ മനുഷ്യൻ ഇംഗ്ലീഷിൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയും. ഹ്യൂമൻ ബീയിങ് അർത്ഥം ഹ്യൂമസ് പ്ലസ് ബീയിങ്. രണ്ട് വാക്കുകളാണല്ലേ സാധാരണ മറ്റു ഭാഷകളിലൊന്നും ഇതിന് രണ്ട് വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്? ഹ്യൂമൻ എന്നുള്ള വാക്ക് ഹ്യൂമസ് എന്ന് പറയുന്ന ലാറ്റിൻ ശബ്ദത്തിൽ നിന്ന് വന്നതാ. ഹ്യൂമസ് അർത്ഥം മണ്ണ്, സോയിൽ. ബീയിങ് അർത്ഥം ലിവിങ് ആയിട്ടുള്ളത്. അപ്പൊ ലിവിങ് ആയിട്ട് നമ്മളിലുള്ളത് എന്താണ്? നമ്മളിലെല്ലാം ജീവനുണ്ട്, അല്ലെങ്കിൽ ആത്മാവുണ്ടെന്ന് നമ്മൾ പറയും. അപ്പോൾ ശരീരത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, ഇത് പഞ്ചതത്വ നിർമ്മിതമാണ്, പഞ്ചഭൂത നിർമ്മിതമാണ്. അതിനെയാണ് സോയിൽ പാർട്ട് എന്ന് പറയുന്നത്. അതിനോടൊപ്പം സോൾ പാർട്ട്. സോ സോയിൽ പ്ലസ് സോൾ ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ബീയിങ്. അതായത് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരവും ആത്മാവും കൂടി ചേരുന്നതാണ് മനുഷ്യൻ. അപ്പം മരണസമയത്ത് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ പറയാറുണ്ടല്ലോ, മരണശൈലിയിൽ കിടക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുമ്പോഴെന്താ പറയുക? ഞാൻ പോവാണ്, എനിക്ക് പോകാൻ സമയമായി. അതിനുശേഷം ആൾ മരിച്ചു. നമ്മൾ നോക്കുമ്പോൾ ആത്മാവ് പോയി, ജഡം അവിടെ തന്നെ ഉണ്ടാവും, ശരീരം അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ചലിപ്പിച്ച ഊർജത്തിനെയാണ് അല്ലെ ആത്മാവെന്ന് ഇവിടെ സിസ്റ്റർ പറഞ്ഞത്. ഇപ്പോ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഊർജത്തിനെ തന്നെയാണ്. തീർച്ചയായിട്ടും ആയിരിക്കണമല്ലോ. നമ്മളോട് മരണത്തോട് മല്ലിടാൻ കിടക്കുന്ന ആള് പറയുന്നത് ഞാൻ പോവുകയാണെന്നാണ്. അപ്പൊ പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം, മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്നത് ആത്മാവാണ്. അപ്പോൾ ആത്മാവാണ് പോകുന്നതിന് മുമ്പ് നമ്മളോട് എന്താ പറഞ്ഞത്? ഞാൻ പോവാണ്. അപ്പൊ പോയത് എന്താണ്? ആത്മാവ്. അപ്പൊ ആരാ ഞാൻ? ഞാൻ ആത്മാവാണ്. ഞാൻ ആത്മാവാണ് ശരീരത്തിൽ നിന്ന് വേർപെട്ടത്. അപ്പം ആത്മാവ് പോയി. അപ്പം ബാക്കിയുള്ളത് ശരീരം. നമ്മൾ എൻ്റെ ശരീരം എന്നല്ലേ പറയാം. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ ശരീരം. ശരീരത്തെ പോലെ അങ്ങനെയാണല്ലോ പറയാം, എൻ്റെ ശരീരം. അപ്പം ഞാൻ വേറെ, എൻ്റെ ശരീരം വേറെ. അപ്പം ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്, എൻ്റെ ശരീരമാണ്. കാറും ഡ്രൈവറും പോലെ. കാറ്
എൻ്റെ കാറെന്നല്ലേ ഡ്രൈവർ പറയണം. അപ്പം ഡ്രൈവർ എപ്പോഴാണോ കാറിനുള്ളിൽ ഇരിക്കണേ അപ്പോഴാണ് നമ്മൾ ജീവനുള്ള ആളെന്ന് പറയണം. ആത്മാവ് ശരീരമാകുന്ന കാറിനുള്ളിൽ ഇരിക്കണം. എപ്പോൾ ഈ ഡ്രൈവർ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ആ ശരീരമാകുന്ന വാഹനത്തിൽ നിന്ന് ആത്മാവാകുന്ന ഡ്രൈവർ പുറത്തിറങ്ങുന്ന ആ പ്രക്രിയയുടെ പേരാണ് മരണം. അതായത് ഡ്രൈവർക്ക് വണ്ടി നഷ്ടപ്പെടുന്ന അവസ്ഥ. അല്ലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, വീടിന്റെ യജമാനൻ. വീടിന്റെ യജമാനൻ എൻ്റെ വീടെന്നാണ് എപ്പോഴും അവകാശപ്പെടുക, അല്ലേ? അപ്പൊ യജമാനന് വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്താണ്? അതാണ് ശരിക്കും മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടാണ്. അപ്പൊ സിസ്റ്റർ പറഞ്ഞനുസരിച്ച് ഇപ്പൊ ഞാൻ ആത്മാവാണെങ്കിൽ എനിക്കത് കേവലം ഒരു ശരീരം നഷ്ടപ്പെടുന്ന പ്രക്രിയ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ കാരണം എല്ലാവർക്കും ഇപ്പൊ ഞാൻ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇല്ല, ഞാൻ മരിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ചിന്ത. എന്തുകൊണ്ടെന്നാലും ഞാനില്ല അർത്ഥം ഞാൻ മരിച്ചുപോയി. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല, ഞാൻ മരിച്ചുപോയി, ഞാൻ ചത്തുപോയി. നമ്മൾ മലയാളികൾ ചത്തുപോയി എന്നല്ലേ പറയണം. ശരിക്കും പറഞ്ഞാൽ സത്ത് പോകുകയാണ്. ആ വാക്കാണ് പറഞ്ഞു ചത്തുപോയി എന്നായത്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ സത്ത എന്താണ്? സാധാരണ ജ്യൂസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ജ്യൂസ് സത്താണ്, സത്തെടുത്തിട്ട് ചണ്ടികളയില്ലേ. അപ്പൊ അതേപോലെ മരണസമയത്ത് സത്തയാണ് പോണേ. അപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ സത്ത എന്താണ്? അതാണ് ഞാൻ, അതാണ് ഊർജം. ആത്മാവ് വേർപെടുന്നു. ഈ ശരീരം സത്ത പോയി കഴിഞ്ഞാൽ പിന്നെ ചണ്ടിയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെ കത്തിച്ചു കളയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിക്കുമ്പോഴൊക്കെ ആത്മാവ് പോയി എന്ന് പറയുന്നത് ഞാൻ പോകുന്നു എന്ന് വേണം പറയാൻ, അല്ലേ? തീർച്ചയായും. ഞാൻ പുറത്ത് കിടക്കുന്നു. ഇപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞ പോലെ പുറത്ത് കിടക്കുന്നത് അതിന്റെ ഉള്ളിലിരിക്കുന്ന ആളാണ്. അതെ, ആത്മാവ് പോയി എന്ന് നമ്മൾ സാധാരണ പറയും. ഇപ്പൊ ഭരണ വീട്ടിൽ പോകുന്ന സമയത്ത് ഇന്നാള് മരിച്ചുപോയി, അല്ലെങ്കിൽ ചത്തുപോയി, മരിച്ചു, ആത്മാവ് പോയി എന്ന് നമ്മൾ പറഞ്ഞാലും മരിച്ചു എന്നുള്ളത് നമ്മുടെ ഫീലിംഗ്. അതായത് ആത്മാവ് നിലനിൽക്കുന്നു എന്നുള്ള ഫീലിംഗ് നമുക്കില്ല. എൻ്റെ ഇന്നാള് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് മരണം നമുക്ക് ദുഃഖം തരുന്നത്. മറിച്ച് ആത്മാവിന് ശരീരം നഷ്ടപ്പെട്ടു, ഒരു പഴയ വസ്ത്രം കളഞ്ഞതുപോലെ. ഇപ്പൊ നോക്കൂ, നമ്മൾ ശരീരത്തിൽ വസ്ത്രം ധരിച്ചിരിക്കണം, പഴയ വസ്ത്രം മാറ്റിയിട്ട് പുതിയതിടണം. പഴയ വസ്ത്രം കളഞ്ഞിട്ട് പുതിയതിടുമ്പോൾ നമുക്ക് ദുഃഖാണോ സന്തോഷാണോ? സന്തോഷം തോന്നും. അതേപോലെയാണ് അത്രയും. അതായത് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ, മരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഭയം. അപ്പൊ സിസ്റ്റർ പറഞ്ഞനുസരിച്ച് ഞാൻ പുറത്ത് കിടക്കാണ്. അതെ. അപ്പൊ ഞാൻ പുറത്ത് കിടന്നാലും അപ്പോഴും എനിക്കെല്ലാം അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആത്മാവ് ഊർജമാണ്, എനർജിയാണ്. ഈ ശരീരം നഷ്ടപ്പെട്ടു, വസ്ത്രം നഷ്ടപ്പെട്ടു. അപ്പൊ ശരീരം നഷ്ടപ്പെടുന്ന സമയത്ത്, അതായത് ആത്മാവ് ഒരു ശരീരമാകുന്ന വസ്ത്രം വിടുന്നു, അടുത്ത ശരീരമാകുന്ന വസ്ത്രത്തിലേക്ക് പോകുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് പുറത്ത് കടന്നാലും ഞാൻ കോൺഷ്യസ് ആയിരിക്കും. എനർജിയാണല്ലോ, ഊർജമാണല്ലോ. ഇപ്പൊ സാധാരണ നമ്മൾ പറയില്ലേ, ശാസ്ത്രങ്ങളിലെല്ലാം നിഴൽ രൂപം എന്നെല്ലാം പറയും. ആത്മാവി ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഓറ, നമ്മുടെ കോൺഷ്യസ്നെസ്, ആത്മാവിലെ മനസ്സും ബുദ്ധിയും സംസ്കാരവും ഉണ്ടാവും. ചിന്തിക്കാനുള്ള കഴിവ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്, ആത്മാവാകുന്ന ഊർജ്ജ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് എത്ര കാലം കർമ്മം ചെയ്തോ അത് നമ്മൾ ആത്മാവിലുണ്ടാക്കിയ ഇംപ്രിൻസുകൾ, അടയാളങ്ങൾ, അതിനെ സംസ്കാരം എന്ന് പറയാം. ഇത് നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫീലിംഗ്സ്, എനിക്ക് മനസ്സും ബുദ്ധിയും ഉള്ളത് കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റും, തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സ്ഥൂലമായ നമ്മുടെ ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന ഫീലിങ്സിൽ നിന്ന് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കാം. കാരണം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരത്തിന്റെ ആധാരം ഉള്ളപ്പോഴേ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ആ സെൻഷ്യൽ ഫീലിംഗ് നമുക്കുണ്ടായിരിക്കുള്ളൂ എന്ന് മാത്രം. ശരി. അപ്പൊ എനിക്ക് പുറത്ത് കിടന്നാലും മനസ്സിലാക്കാം, പക്ഷെ സംസാരിക്കാൻ. അതുകൊണ്ടാണല്ലോ ചില ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിലൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടില്ലേ, ചിലര് മരണത്തോട് മല്ലിട്ട സമയത്ത് ഒരുപാട് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. എന്താണ് യഥാർത്ഥത്തിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്? അതായത് ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ക്ലിനിക്കലി ചിലർ മരിച്ചു എന്ന് പറയും ഡോക്ടേഴ്സ്, പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആള് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഇവര് മരിച്ചു എന്ന് പറയുന്ന സമയത്ത് എന്തെല്ലാം ഡോക്ടർമാര് നഴ്സുമാരിൽ നിന്ന് എന്തെല്ലാം തമ്മിൽ സംസാരിച്ചു, എന്തൊക്കെ ചെയ്തു, അതെല്ലാം വേറിട്ട് നിന്നോട്ട് കണ്ടു, കേട്ടു, ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബോഡി ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ കോൺഷ്യസ്നെസ്സിന് ഫീൽ ചെയ്യാൻ പറ്റിയല്ലോ എല്ലാം. അപ്പൊ ആ ഫീലിങ്സ് നമുക്കുണ്ടാവും. അപ്പൊ ആ ഫീലിങ്സ് ആത്മാവ് ഊർജമായതുകൊണ്ട് ഫീൽ ചെയ്യണു. അതിനുശേഷം ഈ ഊർജം ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം ആത്മാവായി ഞാൻ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ് പോണേ.
അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാ പോണേ. എല്ലാവരും. ഞാൻ മരിക്കില്ല, എല്ലാവരും. എല്ലാ ആത്മാക്കളും. കാരണം ആത്മാ ഊർജമാണ്. ഊർജത്തിന് നമ്മൾ പറയില്ലേ, എനർജി ഈസ് നോട്ട് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്നാ പറയുന്നത്. ഊർജത്തിനെ നമ്മൾ നിർമ്മിക്കുന്നു, നശിപ്പിക്കുന്നില്ല. ആത്മീയ ഊർജവും അത് തന്നെയാണ്. അങ്ങനെ വെറുതെ നിലനിൽക്കുന്നില്ല, അത് തീർച്ചയായിട്ടും. അതായത് എനിക്ക് അടുത്ത അമ്മയുടെ ഗർഭം എവിടെയാണോ തയ്യാറായിക്കൊണ്ടിരിക്കണേ, തയ്യാറാകുന്ന സമയത്താണ് ഞാൻ പഴയ വസ്ത്രം കളയുന്നത്. പുതിയൊരു ജോഡി വസ്ത്രം കിട്ടുമ്പോഴല്ലേ സാധാരണഗതിയിൽ പോലും നമ്മൾ പഴയത് പിന്നെ കളയും, പുതിയതെടുത്ത് ധരിക്കും. അതേപോലെ ആത്മാവ് അത് ശരീരം വിടുന്നത്, അതായത് മരണം നടക്കുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ എനിക്ക് അടുത്ത അമ്മയുടെ ഗർഭം തയ്യാറായിരിക്കണം. പറയാറുണ്ടല്ലോ, ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളിൽ 3-4 മാസം സമയമാകുന്ന സമയത്ത് ആത്മാവ് ശരീരത്തിലേക്ക്, ഗർഭസ്ഥ ശിശുവിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് പറയാ. അതുകൊണ്ടാണ് ഈ ചലനം ആദ്യം തന്നെ ഈ ചലനം ഉണ്ടാവുന്നതായിട്ട് അമ്മമാര് പറയില്ല, 4-5 മാസം ആവുമ്പോഴാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഡോക്ടർമാർ ചോദിക്കാറുണ്ട്, സാധാരണ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ, ഡോക്ടേഴ്സ് ചെല്ലുമ്പോൾ ചോദിക്കും വയറ്റിൽ അനക്കമുണ്ടോ. അനക്കമുണ്ട്, അർത്ഥം ആത്മാവ് പ്രവേശിച്ചു. നമ്മൾ കേട്ടിടത്തോളം ഈ അനക്കം ആദ്യത്തെ മാസം, 2 മാസം, 3 മാസത്തിലും സാധാരണ കേട്ടിട്ടില്ല. കാരണം ആ സമയത്ത് ആ ഭ്രൂണം കോശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷനിൽ വളർച്ച മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പൊ സസ്യങ്ങളെല്ലാം വളരുന്നില്ലേ, അതുപോലെ അതിൽ ആത്മാവ് ഉണ്ടായിട്ടല്ലല്ലോ വളരുന്നത്. അതേപോലെ ഭ്രൂണത്തിന് വളർച്ചയുണ്ടാവും, പക്ഷെ എപ്പോഴാണോ ആത്മാവ് പ്രവേശിക്കുന്നത് അപ്പോഴാണ് ചലിക്കുന്നത്. ഇപ്പൊ ആത്മാവ് എന്ന് പറഞ്ഞു, ശരീരം നമുക്കറിയാം, ശരീരത്തിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ആത്മാവാണ് എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനകത്തിരിക്കുന്നു. ശരീരത്തിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്താണോ ഇരിക്കുന്നത്, ശരീരം മുഴുവൻ ആയിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെ നമുക്ക് ആത്മാവിനെ കാണാൻ സാധിക്കുമോ? അതിനെ കുറിച്ച് എന്താണ്? സാധാരണ ഒരു വാഹനത്തിലാണെങ്കിൽ ഡ്രൈവർ എവിടെ ഇരിക്കുക? വണ്ടിയിൽ എല്ലാവരുടെയും കൂടെ ഡ്രൈവർ ഇരിക്കുന്നു നമ്മൾ പറയുമോ? ഇല്ലല്ലോ. ഡ്രൈവർക്ക് ഒരു സ്ഥലം. തീർച്ചയായിട്ടും. ഡ്രൈവിങ്ങിന് വേണ്ടുന്ന ഭാഗങ്ങൾ, മെയിൻ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെയാണോ ഇരിക്കണേ, തീർച്ചയായിട്ടും അവിടെ ഇരുന്നിട്ടാണല്ലോ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ ഈ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മനുഷ്യ ശരീരത്തിൽ ആത്മാവാകുന്ന ഡ്രൈവർക്ക് ഇരിക്കാനും ഒരു ഡ്രൈവിംഗ് സീറ്റ് ഉണ്ട്. നമ്മുടെ മുഖ്യമായിട്ടുള്ള കൺട്രോളിംഗ് പാർട്സ് എല്ലാം എവിടെയാണ്? മുഖ്യമായിട്ടുള്ളത് തലച്ചോറ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരത്തിലെ ഏറ്റവും മുഖ്യ ഭാഗം തലച്ചോറാണ്. കാരണം ഇതാണല്ലോ കൺട്രോൾ റൂം, തലച്ചോറ്, ബ്രെയിൻ. അപ്പൊ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യേണ്ട കൺട്രോളർ എവിടെ തന്നെ ഇരിക്കണം? കൺട്രോൾ റൂമിൽ തന്നെ ഇരിക്കണം. അപ്പൊ തലച്ചോറിനുള്ളില് ഈ നമ്മൾ ശരിക്കും 3 ഡയമെൻഷനിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപുരികങ്ങൾക്ക് മധ്യേ ഇവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. തലയുടെ മിഡിൽ ഭാഗത്ത് നിന്ന് താഴേക്കൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ചേരുന്ന ഭാഗം തലച്ചോറിൻ്റെ മധ്യഭാഗത്ത് ഹൈപ്പോതലാമസിനടുത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനടുത്തായിട്ട് കുടികൊള്ളുന്ന ഒരു ആത്മീയമായ ഊർജം, ചൈതന്യ ശക്തി, അതാണ് ആത്മാവ്. ആ ചൈതന്യ ശക്തി ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്, ഇതിനുള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് നമ്മൾ പൊട്ടും ചന്ദനവും തിലകവും എല്ലാം എപ്പോഴും ഇവിടെ വെക്കണം. ഇതാ സ്ഥാനമാണ്, ഡ്രൈവറുടെ സ്ഥാനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സീറ്റ് ഇതാണ്, നമ്മുടെ സീറ്റിനെ ഓർമ്മിപ്പിക്കുന്നതാണ് തിലകം. ഈ ഭാഗത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് പല മതങ്ങളിലും കാണുന്നുണ്ട്. അതെ, ഇത് പവിത്ര സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തെ പവിത്രമായ സ്ഥാനം ആത്മാവിനിരിക്കാനുള്ള സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ പവിത്ര സ്ഥാനം എന്ന് പറയുന്നത്. ആത്മസ്മൃതിയുടെ തിലക അതുകൊണ്ട് പറയില്ലേ നമ്മൾ, പ്രത്യേകിച്ചും ഭാരതത്തിൽ പറയാറുണ്ടല്ലോ, ഭാരതീയരാണെങ്കിൽ തിലകം തുടർന്നല്ലേ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം ശരിക്കും ഭാരതീയൻ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാനവനാണെങ്കിൽ ഈ സ്മൃതി ഉണ്ടാകണം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പോ ഇത് ഹിന്ദുക്കൾ മാത്രമല്ല ചെയ്യുന്നത്, ഇപ്പോ ഇസ്ലാം മതത്തിലുള്ളവർക്കും ഈ ഭാഗത്തിന് വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. നിസ്കാരം തഴമ്പ് കാണണം, നിസ്കരിക്കുന്നത് ഇവിടെ മുട്ടണം. പിന്നെ കാരണം ഞാനാണല്ലോ നിസ്കരിക്കുന്നത്. ആരാ ഞാൻ? ആത്മാവാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതി നോക്കൂ, നമ്മൾ തമ്മിൽ രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ എപ്പോഴും പറയില്ല മുഖത്ത് നോക്കി സംസാരിക്കൂ എന്നല്ലേ പറയും. അവിടെ ഇവിടെ എല്ലാം നോക്കണ്ട, മുഖത്ത് നോക്കി സംസാരിക്കൂ. കാരണം ഞാനും ആത്മാവാണ്, ഇതിനുള്ളിലാണ് കുടികൊള്ളണേ. താങ്കൾ ഒരു ആത്മാവാണ്. ആത്മാവ് എവിടെ ഇരിക്കണേ? നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കണ അർത്ഥം പ്രഭാത് ഭായി ഒരു ആത്മാവാണ്. ശരീരം കൊണ്ട് താങ്കൾ ബ്രദറാണ്, ഞാൻ സിസ്റ്ററാണ്, സഹോദരി സഹോദരൻ. ശരീരത്തിനുള്ള ഈ സ്ത്രീ പുരുഷ വ്യത്യാസം അതും വലിയൊരു ആശയക്കുഴപ്പമാണ് സിസ്റ്റർ. അപ്പോൾ നമ്മൾ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം അതെങ്ങനെ ഉണ്ടാവുന്നു? അല്ലെങ്കിൽ
സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ വേറെ വേറെ ജനിക്കുന്ന ആത്മാക്കളുണ്ടോ? എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? സ്ത്രീ പുരുഷൻ കേവലം വസ്ത്രത്തിലെ മാത്രം വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് ഡ്രസ്സ് ചൂസ് ചെയ്യല്ലോ. അപ്പം അതേപോലെ സ്ത്രീ പുരുഷ വേഷത്തിലെ മാത്രം വ്യത്യാസം, നമ്മുടെ ഡ്രസ്സിലെ ഡിഫറൻസ് മാത്രം. പക്ഷെ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്നത് ആത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ എപ്പോഴും ശാസ്ത്രങ്ങളിൽ പുരുഷൻ എന്ന് മാത്രമേ പറയുള്ളൂ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. കാരണം എന്റെ സംശയം അതല്ല, ഇപ്പോ ഞാൻ പുരുഷനാണ് എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പുരുഷന്റേതായ പ്രിവിലേജസ് എല്ലാം അത് ശരീരം കൊണ്ട് പുരുഷനാണ്. അപ്പൊ എന്റെ ആഗ്രഹം, എനിക്ക് ഇനിയും സിസ്റ്റർ നേരത്തെ പറഞ്ഞു, ഞാൻ ശരീരം കളഞ്ഞാൽ, എന്റെ വാഹനം പോയാൽ ഞാൻ വീണ്ടും ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും. എന്റെ ആഗ്രഹം എനിക്ക് അപ്പോഴും പുരുഷനാവണം. അതിന് സാധ്യതയുണ്ടോ? അതിന് താങ്കൾ എപ്പോഴും പുരുഷൻ തന്നെയാണ്, ആത്മാവ് പുരുഷനാണ്. പക്ഷേ ശരീരം നമുക്ക് രണ്ടും മാറി മാറി എടുക്കേണ്ടി വരും. സ്ത്രീയുടെ ശരീരം എടുക്കേണ്ടി വരും, പുരുഷന്റെ ജന്മം എടുക്കേണ്ടി വരും. അത് നമ്മുടെ കർമ്മം അനുസരിച്ച്, നമ്മുടെ പാർട്ട് അനുസരിച്ച്, ആത്മാവിലെ ഭാഗം എന്താണോ ആത്മാവിൽ റെക്കോർഡ് ചെയ്തിരിക്കണേ, ആ റെക്കോർഡിങ്ങിനനുസരിച്ച് 2 ജന്മങ്ങൾ നമുക്ക് മാറി മാറിയുണ്ട്. അതിന് എത്രയോ തെളിവുണ്ട്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ തന്നെ നോക്കൂ, ചില പുരുഷന്മാരിലെ സ്ത്രൈണ സംസ്കാരങ്ങൾ കൂടുതൽ കാണും. ആൺകുട്ടിയായിരിക്കും, പക്ഷെ നടക്കുന്നത്, സംസാരിക്കുന്നത്, പെരുമാറുന്നത് ഒക്കെ പെൺകുട്ടികളെ പോലെ ഇരിക്കും. അപ്പൊ ആൾക്കാർ പറയാറില്ലേ പുരുഷനാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ സ്വഭാവമൊക്കെ സ്ത്രീയുടേതാണ്. അതേപോലെ നേരെ തിരിച്ചും ചില സ്ത്രീകളിൽ കണ്ടിട്ടില്ലേ, സ്ത്രീയുടെയാണ് രൂപം കൊണ്ട് സ്ത്രീ പൗരുഷ സ്വഭാവം കാണിക്കും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 സ്വഭാവം ആത്മാവിലുണ്ട്. തീർച്ചയായിട്ടും ആത്മാവ് 2 വസ്ത്രവും മാറി മാറി പാർട്ട് അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ ആത്മാവ് വേറെ, പുരുഷന്റെ ആത്മാവ് വേറെ. ആ വ്യത്യാസം ആത്മാവിലില്ല. ആത്മാവ് തിളങ്ങുന്ന ഒരു ഊർജമാണ്, ജസ്റ്റ് എ ലൈറ്റ്, ഒരു ഡിവൈൻ ലൈറ്റ് എന്ന് പറയാം. അഭൗതികമായിട്ടുള്ള ഒരു പ്രകാശം, അലൗകികമായ ദിവ്യമായ ഒരു വെളിച്ചം, ആ ഊർജമാണ്. ഊർജത്തിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ കറുത്താളെന്നോ വെളുത്താളെന്നോ ഈ തരത്തിലുള്ള യാതൊരു ഭിന്നതയില്ല, ഇന്ത്യക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസമില്ല. ആത്മാവിനെ കർമ്മം അനുസരിച്ച് എവിടെയാണോ ജന്മം കിട്ടേണ്ടത് അവിടെ ജനിക്കും. സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ നമുക്ക്. സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് തുടർന്നേ പറ്റൂ അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇതോടെ മതിയായി, അങ്ങനെ എനിക്ക് ജനിക്കേണ്ട, അങ്ങനെ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഞാൻ വീണ്ടും തീർച്ചയായിട്ടും നമുക്ക് പാർട്ട് നമുക്ക് അഭിനയിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓരോ ആത്മാവിലും അവരവരുടെ ഭാഗം റെക്കോർഡായിട്ടുണ്ട്. ഇപ്പോൾ ഒരു CD-ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു DVD-ക്കുള്ളിൽ 100 പാട്ട് അല്ലെങ്കിൽ 1000 പാട്ടുണ്ട്. DVD വിചാരിക്കുകയാണ് എനിക്കിനി പാടാൻ ഇഷ്ടമില്ല, പക്ഷെ അതിൽ പാട്ട് റെക്കോർഡഡ് ആണല്ലോ. റെക്കോർഡഡ് ആയിട്ടുള്ള DVD കൊണ്ടുപോയി നമ്മൾ പ്ലെയറിലിടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് പാടും. അതേപോലെ ആത്മാവിൽ റെക്കോർഡിങ്സ് ഉണ്ട്. നമ്മുടെ ഓരോരുത്തർക്കുള്ള പാർട്ട് എന്താണോ ഈ നാടകശാലയിൽ കളിക്കളത്തിൽ നമുക്ക് ഓരോരുത്തർക്ക് അഭിനയിക്കേണ്ട പാർട്ട്, അത് ആത്മാവിൽ പ്രീ റെക്കോർഡഡ് ആണ്. ആ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള പാർട്ട്, മുൻകൂട്ടി അടങ്ങിയ ഭാഗം നമുക്ക് എല്ലാവർക്കും അഭിനയിച്ചേ മതിയാക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കളിക്കളത്തിൽ കളിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. സിസ്റ്റർ, വീണ്ടും നമ്മൾ മരണാനന്തരം എന്ന ഈ പരിപാടിയിൽ സാധാരണ ആൾക്കാർക്കുണ്ടാകുന്ന ചില ഭയങ്ങൾ, അതിനെയും ഒന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പം ആത്മാവാണ് എന്ന് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ മരിച്ച ശേഷം മാത്രമല്ല ആത്മാവ്, ഇപ്പോഴും നമ്മൾ ആത്മാവാണ്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെയുള്ള ആത്മാവ് പുറത്ത് കടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. സിസ്റ്റർ പറഞ്ഞു നേരെ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷെ ധാരാളം അതിനെക്കുറിച്ചുള്ള കഥകളും ദുരൂഹതകളും, എന്താണ് സത്യമെന്ന് ആർക്കും അറിയുന്നില്ല. ഇത് ബുദ്ധിമുട്ടിക്കുമോ മറ്റുള്ളവരെ? അലഞ്ഞു തിരിഞ്ഞ് നടക്കുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് ദുഃഖം നൽകുന്നത് അജ്ഞാനമാണ്. അപ്പം മരണം എന്താണ്, ഞാൻ ആരാണ്, ആത്മാവ് എന്താണ്, മരണശേഷം ആത്മാവിന് എന്താ സംഭവിക്കുന്നത്, ഈ കാര്യങ്ങൾ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള നമ്മുടെ ഭയവും ഭീതിയും എല്ലാം മാറിക്കിട്ടും. അപ്പം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ, വേർപെടുന്ന ആത്മാവ് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുന്നു, ഒരു ശിശുവായിട്ട് ജനിക്കുന്നു. സാധാരണ രീതിയിൽ മരണശേഷം 1 സെക്കൻഡ് പോലും ആവശ്യമില്ല ആത്മാവിന് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഭീതികളും യഥാർത്ഥത്തിൽ കുറിച്ച് പറയുന്നത്, ആത്മാവിനെ കുറിച്ച് പറയുന്നത്, ഈശ്വരൻ നൽകുന്ന തിരിച്ചറിവ് ആത്മാവിന് റോക്കറ്റിനേക്കാളും സ്പീഡ് എന്നാണ്.
സെക്കൻഡിലും കുറഞ്ഞ സമയത്ത്. ഇപ്പൊ ഞാൻ ഇന്നിവിടെ മരിച്ചു, എനിക്ക് അടുത്ത ജന്മം ഈവൻ അമേരിക്കയിലാണെങ്കിൽ പോലും ആകാം, എവിടെ വേണമെങ്കിലും ആകാം. എൻ്റെ കർമ്മം അനുസരിച്ച് എവിടെയാണോ എനിക്ക് പാർട്ട് എടുത്തത്, അടുത്ത റോൾ എനിക്ക് എവിടെ അഭിനയിക്കണമോ, ഒരു സെക്കൻഡിലും കുറഞ്ഞ സമയത്തിൽ ആത്മാവിന് എവിടെ എത്താം. ആത്മാവിന് പാസ്പോർട്ടും വിസയും ഒന്നും ആവശ്യമില്ലല്ലോ, ക്ലിയറൻസ് ഒന്നും വേണ്ടല്ലോ. ഇത് ഊർജ്ജമല്ലേ, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കും. തീരുമാനിക്കുന്ന ആരാണ്? ഇപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഇപ്പൊ അമേരിക്കയുടെ കാര്യം പറഞ്ഞു, ആഫ്രിക്കയാവാം തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്കയിലാണെങ്കിൽ ഇപ്പൊ താരതമ്യേന കുറച്ച് സുഖമായിട്ടൊക്കെ ജീവിക്കുന്ന വിചാരിക്കാം, ആഫ്രിക്കയിൽ അത്ര സുഖമായിട്ട് പറ്റില്ല. ഇത് ആരാണ് ഈ ആത്മാവിന് തീരുമാനം? അമേരിക്ക ആകട്ടെ, ആഫ്രിക്ക ആകട്ടെ, അല്ലെങ്കിൽ എൻ്റെ ജനനം ഏത് വീട്ടിലെ ഏത് അച്ഛനോ അമ്മയ്ക്ക് ഞാൻ കുട്ടിയായിട്ട് ജനിക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മമാണ്. അവനവൻ്റെ കർമ്മം, നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്ത സഞ്ചിത കർമ്മമാണ് നമ്മളെ പുള്ളി ചെയ്ത് കൊണ്ടുപോണേ. ആ പുള്ളിങ് ഫോഴ്സിന് വിധേയമായിട്ട് നമ്മൾ പോകും. അവിടെ നമുക്ക് ജന്മം എടുക്കാൻ ഒരാൾക്കും പങ്കില്ല. എൻ്റെ കർമ്മത്തിനെ കർമ്മ അനുസാർ ജന്മം എന്നാണ് പറയണത്. ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ജൈസാ കർം വൈസാ ജനം എന്ന് പറയും. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് ജന്മം കിട്ടും. ഈവൻ എൻ്റെ അച്ഛൻ അമ്മ ഏത് കുടുംബത്തിൽ ഞാൻ പോയി ജനിക്കണം, ഏത് സമൂഹത്തിൽ ഞാൻ വളരണം, ഏത് വീട്ടിൽ എനിക്ക് ഏത് ജീവിത സാഹചര്യത്തിൽ ഞാൻ വളരണം, ഏത് സ്കൂളിൽ, തീർച്ചയായിട്ടും ഏത് സ്കൂളിൽ ഞാൻ പഠിക്കണം, എങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കണം, ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് കർമ്മം കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാവൊരിക്കലും ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ട് നമ്മളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ പ്രേത ഭൂത ബാധ, അത് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയിട്ട് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകാൻ ചിലപ്പോൾ ഒരു സെക്കൻഡ് ആവശ്യമുള്ളൂ, ചിലപ്പോൾ ഒരു ദിവസമാകാം, 10 ദിവസമാകാം, ഈ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, 10 ദിവസം, 11 ദിവസം, 13 ദിവസം എന്നെല്ലാം പറയാറുണ്ടല്ലോ. അത് ഓരോ ആത്മാവിൻ്റെ ആ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഒരു സെക്കൻഡിലും കുറഞ്ഞ സമയത്തിലും പോകാം, സാധാരണ നോർമൽ ഡെത്ത് ആണെങ്കിൽ. അതല്ലാത്ത സമയത്താണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എങ്ങനെയുള്ള വികർമ്മങ്ങൾ വളരെയധികം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ വികർമ്മയ്ക്ക് അടുത്ത ജന്മം ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മം നമുക്ക് കിട്ടാൻ കുറച്ചുകൂടെ സമയം കൂടുതൽ എടുത്തെന്ന് വരും. ആ സമയത്ത് ആത്മാവി അന്തരീക്ഷത്തിലുണ്ടാവും. പക്ഷെ അത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉപദ്രവിക്കുക അങ്ങനെ ഒരു ടെൻഡൻസി ആയിരിക്കില്ല ആത്മാവിന്. കാരണം എന്തുകൊണ്ടെന്നാൽ ആത്മാവിന് അടുത്ത ശരീരം കിട്ടണം. ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ, മരണം സംഭവിച്ചാൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകണം. അപ്പോൾ മാത്രമേ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുവരെ ആത്മാവ് ഒരു വീക്ക് അവസ്ഥയിൽ, അസ്വസ്ഥ അവസ്ഥയിലാണ്. കാരണം ഈ കളിക്കളത്തിൽ ഇരിക്കുകയാണല്ലോ, നാടകശാലയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് വസ്ത്രം കിട്ടാതിരിക്കുക, വേഷം കിട്ടാതിരിക്കുക, പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. കാരണം കർമ്മത്തിന്റെ സംസ്കാരം ആത്മാവിലുണ്ട്, കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്തതിൻ്റെ. അതുകൊണ്ട് ആത്മാവ് അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ശരീരം കിട്ടാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പം തനിക്ക് നിശ്ചയിക്കപ്പെട്ട അമ്മയുടെ ഗർഭത്തിലേക്ക് പോകാൻ സമയം കൂടുതൽ എടുക്കുമ്പോൾ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ കഥകളിൽ കേൾക്കുന്നത് പോലെ രക്തം ഊറ്റി കുടിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ അജ്ഞാനം മാത്രമാണ്. ബാക്കി ചില സാധ്യതകളുണ്ട്. ചില ആത്മാവ് ഈ സമയം എടുക്കുന്നതിനിടയിൽ, അടുത്ത ജന്മം എടുക്കുന്നതിനിടയിലുള്ള സമയത്ത് ചില ആൾക്കാരുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ അതിന് സാധ്യതയുണ്ട്. കാരണം അതിനെ നമ്മൾ പറയില്ലേ, ഇന്നയാളുടെ ശരീരത്തിൽ ബാധ കൂടി എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ബാധ എന്നുള്ളതല്ല, ആത്മാവ് വന്നു. അതായത് ഞാനിവിടെ ഇരിക്കുകയാണ്, എൻ്റെ സ്ഥാനമാണിത്, ഡ്രൈവിംഗ് സീറ്റ്. ഇവിടേക്ക് മറ്റൊരാത്മാവിന് വേണമെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് വരാം. അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ സാധ്യത ഈ രീതിയിലാണ്. അതായത് എന്നെക്കാളും വളരെ ശക്തിയുള്ള ഒരു ആത്മാവിന് മാത്രമേ ഈ സീറ്റിലേക്ക് വരാൻ പറ്റൂ. അതായത് ഞാൻ അത്ര ദുർബലനാണെങ്കിൽ മാത്രമേ എൻ്റെ സീറ്റിൻ്റെ അടുത്തേക്ക് മറ്റൊരു ആൾക്കും കൂടി വന്ന് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ശക്തിയുള്ള ഒരു ആത്മാവിന് പക്ഷെ ഈ ശരീരം കിട്ടാതെ അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന ആത്മാക്കളെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, അവർ ദുർബലരായിരിക്കും സ്വതവേ. കാരണം അവർ ശക്തി സമ്പന്നരായിരുന്നെങ്കിൽ ശ്രേഷ്ഠാത്മാക്കളാണെങ്കിൽ ഉടനെ അവർക്ക് ശരീരം കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർ വികർമ്മം ചെയ്ത് ആ ചെയ്തുപോയ വികർമ്മത്തിന്റെ എല്ലാം ഫീലിങ്സ്, ആ നെഗറ്റീവ് ഫീലിങ്സോടുകൂടി വീക്കായ അവസ്ഥയിലായിരിക്കും അന്തരീക്ഷത്തിൽ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവർക്ക് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വീക്കായിട്ടുള്ള മനസ്സിന്റെ ഉടമ, അത്രയും ദുർബല മനസ്സിന്റെ ഉടമകള്, അങ്ങനെയുള്ള
ഒരു വ്യക്തിയിലേക്ക് മാത്രമേ കുറച്ച് സമയത്തേക്ക്, അതും കുറച്ച് സമയത്തേക്കേ പ്രവേശിക്കാൻ പറ്റും. കാരണം ഓൾറെഡി ഇവിടെ സീറ്റിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ നമ്മുടെ ആത്മാവുണ്ട്. അപ്പൊ ആത്മാവ് അവിടെ ഇരിക്കെ തന്നെ, ഡ്രൈവർ അവിടെ ഇരിക്കെ തന്നെ വേറൊരാള് വന്നിട്ട് അവിടേക്ക് വന്ന് ഇരിക്കുകയാണല്ലോ. നമ്മളെ ഇത്തിരി നേരത്തേക്ക് തള്ളി മാറ്റിയിട്ട് വേറൊരാള് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കും പോലെയാണ്. അതെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ആത്മാവിന് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. പക്ഷേ വന്ന് പ്രവേശിക്കുന്ന ആത്മാവിന് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. കുറച്ച് സമയം എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഉള്ള ചെറിയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും അല്പസമയം. അത് കഴിഞ്ഞിട്ട് ആത്മാവ് സ്വതവേ അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അല്ലാതെ മറ്റ് പറയുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ തീർച്ചയായിട്ടും ഞാൻ ശക്തി സമ്പന്നനായിരിക്കും. ഞാൻ എൻ്റെ ശക്തിയെ തിരിച്ചറിയാം. കാരണം ഞാൻ ശക്തി സമ്പന്നനാകാത്ത ആത്മാവ് ശക്തി സമ്പന്നനാണ് സ്വതവേ. ആത്മാവിൻ്റെ തനതായ സംസ്കാരം, നിജ സംസ്കാരം ശക്തി സ്വരൂപമാണ് ആത്മാവ്. ഞാൻ ശക്തി സംഭരിക്കാൻ ഞാൻ ആരാണെന്ന് ഓർമ്മിച്ചാൽ മതി. ഞാൻ ആത്മാവാണ്, ശക്തി സ്വരൂപമാണ്, സർവശക്തിവാന്റെ സന്താനമാണ്. ഈ സ്മൃതി നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ, ഇത് ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിത്തീരും. ഞാൻ ആത്മാവാണ്, ശക്തി സ്വരൂപമാണ്, സർവശക്തിവാന്റെ സന്താനമാണ്. ഈ സ്മൃതികളാണ് നമുക്ക് ശക്തി തരുന്നത്. ആ സ്മൃതി എമർജ് ചെയ്യുന്നതിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ധ്യാനം എന്ന് പറയുന്നത് തന്നെ. സിസ്റ്റർ, ഈ രീതിയിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഭയത്തോടു കൂടി കാണുന്ന കാര്യം, ആത്മാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടിയാണ്. കാരണം ഇത് മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്തോന്നാണ്. അപ്പം ഞാൻ തന്നെ ആത്മാവാണ്, ഞാനാണ് ഡ്രൈവർ. സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ, ഞാനാണ് വീടിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ വീടാണ് നശിക്കുന്നത്, ഉടമസ്ഥൻ നശിക്കുന്നില്ല. പിന്നെ മാത്രമല്ല ശക്തി, ധ്യാനത്തിൽ കൂടെ ശക്തി ഉണ്ടാക്കണം. അപ്പോൾ മറ്റൊരു ആത്മാവിന് വേണമെങ്കിൽ പ്രവേശിക്കാം, പക്ഷേ അത് ഒഴിവാക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരുപാട് ഭയങ്ങളും ദുരൂഹതകളും കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആത്മാവാണ്. ആത്മാവിന്റെ രൂപം തന്നെ സുന്ദരമായ, നമ്മൾ ആകാശത്തെ നക്ഷത്രം പോലെ ആത്മാവ് ഒരു ജ്യോതിയാണ്, പ്രകാശമാണ്, സത് ചിത് അനന്ത സ്വരൂപം എന്നല്ലേ പറയുന്നത്. ഇത് ഭയപ്പാടോടുകൂടി ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. അത്രയും സുന്ദരമായ സ്വരൂപമാണ് നമ്മുടെ. അതുപോലെ തന്നെ എല്ലാ ആത്മാവും. സിസ്റ്റർ, ഇന്നത്തെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഈ ചർച്ച തുടരണം. കാരണം വളരെയധികം ഇതിൽ ഇനിയും നമുക്ക് പല സംശയങ്ങളും അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും അതിനുള്ള മാർഗനിർദ്ദേശനവും ബെഞ്ചിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ദുരൂഹതകളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് വരുമ്പോൾ എത്രയെത്ര കാര്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഇനിയും മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകാം. ആത്മാവ് മനുഷ്യനായിട്ട് തന്നെയാണോ ജനിക്കുക, അതോ പുഴുവായും പൂച്ചയായും പട്ടിയായും പല ജന്മങ്ങൾ കഴിഞ്ഞ് ദുർലഭമായ മനുഷ്യജന്മം എന്ന് പറയുന്നു? ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതുമാത്രമല്ല, ശരീരം ഉപേക്ഷിച്ചൊരാത്മാവ് സ്വന്തം കർമ്മവശാൽ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഒരു കുട്ടിയായി ജനിച്ച് ജീവിതം തുടരുന്നുവെങ്കിൽ ശ്രാദ്ധകർമ്മങ്ങളും ബലികർമ്മങ്ങളും നാം എന്തിനാണ് ചെയ്യുന്നത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ വശം എന്താണ്? അതേക്കുറിച്ചായിരിക്കട്ടെ നമ്മുടെ അടുത്ത ചർച്ച. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പരിപാടിയിൽ ഇത്ര നേരം പങ്കെടുത്തതിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivjyothimedia@gmail.com. വീണ്ടും ഈ എപ്പിസോഡ് കാണുവാൻ സന്ദർശിക്കുക www.timevision.tv.